ലെനോവോ മിഡ് റേഞ്ച് സെഗ്മെന്റിൽ പുതിയൊരു ഫോൺ റിലീസ് ചെയ്തിരിക്കുകയാണ്. ലെനോവോ Z5s സ്നാപ്ഡ്രാഗൺ 710 പ്രോസസ്സറും ട്രിപ്പിൾ ക്യാമറയുമായി വരുന്ന ഈ ഒരു ഫോൺ വളരെ നല്ലൊരു പ്രൈസ് റേഞ്ചിൽ ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ ഫോണിൻ്റെ പ്രത്യേകത. നമുക്ക് ഈ ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസും ഡീറ്റെയിൽസും എല്ലാം നോക്കാം. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക. ലെനോവോ Z5sന്റെ ഡിസ്പ്ലേ വരുന്നത് 6.3 ഇഞ്ച് ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. 19.5:9 ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. അതായത് ഈ ഫോണിൽ വരുന്നത് ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ച് ടൈപ്പ് ഡിസൈൻ ആണ്. പിന്നെ ഓവറോൾ ഡിസൈനിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ് ലെനോവോ Z5s. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് ഏകദേശം 92.6% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ലഭിക്കുന്നുണ്ട്. ഈ ഫോണിൻ്റെ പ്രോസസ്സറിനെ പറ്റി പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 710 എന്നുള്ളൊരു പ്രോസസ്സറാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 710 എന്ന് പറയുന്നത് മിഡ് റേഞ്ചിലെ ഏറ്റവും ബെസ്റ്റ് പ്രോസസ്സർ എന്ന് തന്നെ വേണം പറയാൻ. അതുകൊണ്ട് തന്നെ നല്ലൊരു പെർഫോമൻസ് ആയിരിക്കും നമുക്ക് ഈ ഒരു ഫോണിൽ നിന്നും ലഭിക്കുക. ഈ ഫോണിൽ 4 GB റാം ആണ് ബേസ് വേരിയൻറ്റിൽ വരുന്നത്. 6 GB റാമിൻ്റെ മറ്റൊരു വേരിയൻറ്റും അവൈലബിൾ ആണ്. 64 GB ഇൻറ്റേർണൽ ആണ് 4 GB വേരിയൻറ്റിൽ വരുന്നത്. അതുപോലെ തന്നെ 6 GB വേരിയൻറ്റിൽ 64 GB ഇൻറ്റേർണലിൻ്റെ ഒരു വേരിയൻറ്റും 128 GB ഇൻറ്റേർണലിൻ്റെ മറ്റൊരു വേരിയൻറ്റുമാണ് വരുന്നത്. ആൻഡ്രോയിഡ് 9 Pie ബേസ് ചെയ്തിട്ടുള്ള ZUI സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഫോണിൻ്റെ എടുത്തു പറയേണ്ട മറ്റൊരു ഫീച്ചർ ഇതിൻ്റെ ക്യാമറയാണ്. ഈ ഫോണിൽ പിൻ ക്യാമറ വരുന്നത് ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പിലാണ്. 16 മെഗാപിക്സലിൻ്റെ f1.8 അപ്പേർച്ചറിൽ വരുന്ന ഒരു മെയിൻ സെൻസറും 8 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേർച്ചറിൽ വരുന്ന ഒരു ടെലിഫോട്ടോ ലെൻസും പിന്നെ 5 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേർച്ചറിൽ വരുന്ന ഒരു ഡെപ്ത് സെൻസറുമാണ് ഉള്ളത്. 2x ഒപ്റ്റിക്കൽ സൂം സപ്പോർട്ടഡ് ആണ്. 16 മെഗാപിക്സലിൻ്റെ f2.0 അപ്പേർച്ചറിൽ വരുന്ന ഒരു സെൽഫി ക്യാമറയാണ് ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നത്. ഈ ഫോണിൽ അത്യാവശ്യം നല്ലൊരു ക്യാമറ പെർഫോമൻസ് തന്നെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. 3300 mAh ബാറ്ററിയാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു ആവറേജ് ബാറ്ററി പെർഫോമൻസ് നമുക്ക് ഈ ഒരു ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. ഈ ഫോൺ ഇന്ത്യയിൽ ഇതുവരെ റിലീസായിട്ടില്ല. ഇപ്പോൾ ചൈനയിൽ മാത്രമാണ് റിലീസായിട്ടുള്ളത്. ഈ ഒരു ഫോണിൻ്റെ വില വരുന്നത് 4 GB റാം 64 GB ഇൻറ്റേർണൽ വേരിയൻറ്റിന് ഏകദേശം 14,400 രൂപയും 6 GB റാം 64 GB ഇൻറ്റേർണൽ വേരിയൻറ്റിന് ഏകദേശം 16,400 രൂപയും അതുപോലെ 6 GB റാം 128 GB ഇൻറ്റേർണൽ വേരിയൻറ്റിന് ഏകദേശം 19,500 രൂപയുമാണ് വരുന്നത്. ഈ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫോണിൽ ട്രിപ്പിൾ ക്യാമറ ലഭിക്കുന്നുണ്ട്, സ്നാപ്ഡ്രാഗണിൻ്റെ നല്ലൊരു പ്രോസസ്സർ ലഭിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു ഡിസൈനും ഈ ഒരു ഫോണിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ വിപണിയിൽ ഈ ഫോൺ എത്തുകയാണെങ്കിൽ മിഡ് റേഞ്ച് സെഗ്മെൻറ്റിൽ വരുന്ന മറ്റുള്ള ഫോണുകൾക്ക് ഒരു വെല്ലുവിളി തന്നെയായിരിക്കും.